ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഇടവക പള്ളിയിലെ ക്രിസ്മസ് കാർണിവൽ കാണാനായിട്ട് പോവുകയാണ്. ക്രിസ്മസ് ടൈം ആയപ്പോൾ ഇവിടെയുള്ള വൈബ് തന്നെ ഡിഫറെൻ്റ് ആണ്. ചർച്ചിലേക്ക് പോകുന്ന റോഡ് ഫുൾ ക്രിസ്മസ് ലൈറ്റ്സ് ആണ്. കുഞ്ഞ് സ്റ്റാർസ്, കളർഫുൾ ലൈറ്റ്സ്. ചർച്ച് എൻട്രൻസ് ഫുൾ ലൈറ്റ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് കാണുമ്പോൾ തന്നെ ഒരു ഫെസ്റ്റീവ് ഹാപ്പിനെസ് വരും. ചർച്ച് ഗ്രൗണ്ടിലാണ് കാർണിവൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തവണത്തെ കാർണിവലിൻ്റെ പ്രത്യേകത ആർട്ടിഫിഷ്യൽ വാട്ടർഫോളും 40 അടി ഉയരമുള്ള സാന്റാക്ലോസും ആണ്. നല്ല അടിപൊളി ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. നോക്കി നിന്നാൽ സമയം പോകുന്നത് അറിയത്തേയില്ല. ഞങ്ങൾ ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രിയാണ് കാർണിവൽ കാണാനായിട്ട് പോയത്. ഈ കാർണിവൽ നടക്കുന്നത് ട്രിവാൻഡ്രം CSI മലയൻകീഴ് ചർച്ചിലാണ്. ഒത്തിരി ആൾക്കാർ ഇവിടെ ക്രിസ്മസ് കാർണിവൽ കാണാനായിട്ട് വരാറുണ്ട്. ഞാൻ കഴിഞ്ഞ 3 വർഷവും ഇവിടെ നടത്തിയിരുന്ന ക്രിസ്മസ് കാർണിവൽ കണ്ടിട്ടുണ്ട്. ഓരോ തവണയും അതിഗംഭീരമായിട്ടാണ് ഇവർ കാർണിവൽ സെറ്റ് ചെയ്യുന്നത്. കാർണിവൽ കാണാനായിട്ട് എൻട്രി പാസ് ഉണ്ടാവും. ഒരുപാട് സ്റ്റാളുകളും ഫുഡ് കോർട്ടും ഗാനമേള, നാടകം, കുട്ടികളുടെ കലാപരിപാടി തുടങ്ങിയ പ്രോഗ്രാംസ് ഇതിനോടനുബന്ധിച്ച് നടത്താറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ലൈറ്റ് ഷോ കാണുന്നത്. അടിപൊളിയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ 40 അടി ഉയരമുള്ള സാന്റാക്ലോസ്. കാർണിവലിൻ്റെ ഹൈലൈറ്റ്സിലൊന്ന് ഇതായിരുന്നു. ചുറ്റും ഇത്രയും കളർഫുൾ ലൈറ്റ്സുമായിട്ട് സാന്റാക്ലോസ് ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അവിടെ ഫോട്ടോസ് എടുക്കാനായിട്ട് ഒരു ഫോട്ടോ ബൂത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കാർണിവലിൻ്റെ അടുത്ത അട്രാക്ഷനായ ബെത്ലഹേം ഗ്രാമം കാണാനാണ് ഞങ്ങൾ അടുത്ത് പോയത്. ബെത്ലഹേം ഗ്രാമം വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാനായിട്ട് ഒട്ടകവും കുതിരയും കഴുതയും ചെമ്മരിയാടും ഒക്കെ ഉണ്ടായിരുന്നു.
ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു കേട്ടോ. അക്വേറിയം, ബേർഡ്സ്, ലൈറ്റ്സ്, ഡെക്കറേഷൻസ് എല്ലാം കാണാനായിട്ട് ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇവിടെ അംബ്രല്ല ലൈറ്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങോട്ട് നോക്കിയാലും വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതാണ് കാർണിവലിൻ്റെ മെയിൻ അട്രാക്ഷനായ ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല, പക്ഷെ ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരുന്നു ഇത് കാണാനായിട്ട്. ദൂരേന്ന് കണ്ട് കണ്ട് അടുത്തേക്ക് ചെല്ലും തോറും നമ്മളിപ്പോൾ ഈ കണ്ണിന് കുളിർമയേകുന്നു എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ കാഴ്ചയായിരുന്നു. അടുത്തേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ചെറിയൊരു തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. ലൈറ്റ്സ് മാറി മാറി വരുന്നത് തന്നെ വാട്ടർഫോളിനൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കാർണിവൽ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.